എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് നടന്ന സംഘർഷത്തിൽ എറണാകുളം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമവായ ചർച്ച ഇന്ന് നടക്കും. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. പള്ളികൾ കേന്ദ്രീകരിച്ച് ഇന്നും കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയെന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുകയാണ് വിവരങ്ങളുമായി. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഇനിയും സംഘർഷത്തിന് സാധ്യത അവിടെ ഉണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ നടന്ന സംഘർഷത്തിന് ശേഷം ഇന്ന് അല്പം അയവ് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് നടക്കാനിരിക്കുന്ന സമവായ ചർച്ചയാണ്. ജില്ലാ കളക്ടർ NSK ഉമേഷിന്റെ നേതൃത്വത്തിൽ 11 മണിയോടുകൂടി കളക്ട്രേറ്റിലാണ് ചർച്ച നടക്കുന്നത്. നമ്മൾ ഇന്നലെ സംഘർഷം നടന്ന ബിഷപ്പ് ഹൗസിന് മുന്നിലാണുള്ളത്. ഇവിടെ കനത്ത പോലീസ് കാവലുണ്ട്. ബിഷപ്പ് ഹൗസിന് പുറത്തും അകത്തുമായി നൂറുകണക്കിന് പോലീസുകാരാണ് ഇന്ന് സുരക്ഷാ ചുമതലയിലുള്ളത്. ഒപ്പം ഇന്നലെ സമരത്തിനുണ്ടായിരുന്ന വൈദികർ ഇപ്പോഴും ബിഷപ്പ് ഹൗസിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ തുടരുകയാണ്. അവർക്കൊപ്പം വിശ്വാസികളുമുണ്ട്. ഇന്നലെ വലിയ സംഘർഷമാണ് ഉണ്ടായത്. അതിൽ വൈകുന്നേരത്തോടുകൂടി 21 വൈദികർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ അവരുടെ അറസ്റ്റ് നടപടികളിലേക്കൊക്കെ ഇന്ന് കടക്കുമോ എന്നുള്ളതും ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയമാണ്. ഒപ്പം ഇന്നലെ നടന്ന സംഘർഷത്തിൽ ഒരു പോലീസുകാരന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ SI ആയ അനൂപ് ചാക്കോയുടെ വാരിയലിന് പൊട്ടലുണ്ട്. അദ്ദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ഇന്നത്തെ തുടർ നടപടികൾ എന്താണ് എന്നുള്ളതൊക്കെ ശ്രദ്ധേയമാണ്. ഉച്ചയോടുകൂടി 11 മണിയോടുകൂടി നടക്കുന്ന ചർച്ചയിൽ ഒരു സമവായത്തിലെത്തുമോ എന്നുള്ളത് അതാണ് ഈ സംഘർഷങ്ങളൊക്കെ അവസാനിക്കുമോ, സഭയിലെ പ്രശ്നങ്ങളൊക്കെ തീരുമോ എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാന പടി. എന്തായാലും ഒപ്പം ഇന്ന് മാർ ജോസഫ് പാമ്പ്ളാനി ഇവിടെ ചുമതല ഏറ്റെടുക്കാൻ എത്തുമെന്ന് പറയുന്നുണ്ട്. അവർ ചുമതല ഏറ്റെടുത്താൽ ഒരുപക്ഷെ ഈ സമരത്തിലുള്ള വൈദികർ പിന്തിരിഞ്ഞു പോകും എന്നുള്ളതാണ് അവർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നതിനെ അവർ സ്വാഗതം ചെയ്യുന്നുമുണ്ട്. എന്തായാലും ഇന്ന് സമാധാനത്തിൻ്റെ ഒരു ഞായറാഴ്ചയായി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാറുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി.